തൃശ്ശൂരിൽ കനത്ത മഴയ്ക്കിടെ എക്സൈസിന്റെ ഒരു പാസിംഗ് ഔട്ട് പരേഡ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നല്ല മഴയാണ്. മഴ വകവയ്ക്കാതെ നമ്മുടെ എക്സൈസിലെ ഉദ്യോഗസ്ഥർ ഇന്ന് പാസിംഗ് ഔട്ട് പരേഡ് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അവിടെ എക്സൈസ് വകുപ്പ് മന്ത്രിയും ലിജു ഉണ്ട്. നല്ല മഴയാണ്, കൊടയൊക്കെ ചൂടിയാണ്. പാസിംഗ് ഔട്ട് പരേഡ് നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. യൂണിഫോം ആകെ നനഞ്ഞ് കുതിർന്നിട്ടുണ്ട്. അതും ഒരു രസം. ജേസൺ ചാമോളപ്പിലുണ്ട്. ജേസൺ ചാമോളപ്പിൽ, ഗുഡ് മോർണിംഗ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് രസമാണ്, പക്ഷേ പാസിംഗ് ഔട്ട് നടത്തുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എങ്കിലും മനോഹരമായ ദൃശ്യങ്ങളാണ്. കനത്ത മഴയിൽ കുതിർന്നുള്ള പാസിംഗ് ഔട്ട് പരേഡാണ് നമ്മളിപ്പോൾ കാണുന്നത് അല്ലേ? എക്സൈസിൻ്റെ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. നല്ല മഴയാണ്, നല്ല തണുപ്പാണ്. അതിനിടയിലാണ് ഇപ്പോൾ എക്സൈസിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് നടക്കുന്നത്. തൃശ്ശൂർ പൂത്തോളിലുള്ള എക്സൈസ് അക്കാഡമിയിലാണ് ഇപ്പോൾ പാസിംഗ് ഔട്ട് പരേഡ് പുരോഗമിക്കുന്നത്. 66 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പരേഡാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്വാഭാവികമായും മഴക്കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പരേഡ് നടക്കുക. കാഴ്ചയിൽ നല്ല രസമാണ്. പക്ഷേ അതിൽ പങ്കെടുക്കുന്നവരും ഇത്തരത്തിലുള്ള കഠിനമായ വഴികളിലൂടെ കടന്നു പോകേണ്ടവരാണ്. സ്വാഭാവികമായും പ്രത്യേകിച്ച് എക്സൈസ് വിഭാഗം. നമ്മൾ ലഹരി പിടിമുറുക്കിയിരിക്കുന്ന ഈ കാലത്ത് സ്വാഭാവികമായും ഏറ്റവും അധികം പണിയുള്ളത് എക്സൈസ് വിഭാഗത്തിനും പോലീസിനുമാണ്. അതുകൊണ്ട് തന്നെ കനത്ത മഴയിലാണെങ്കിൽ പോലും ഈ പരേഡ് പൂർത്തിയാക്കുക, ഇതിനേക്കാൾ കനത്ത പ്രതികൂല സാഹചര്യങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പരേഡ് പുരോഗമിക്കുന്നത്. മഴക്കാലത്ത് വരുന്ന 3-4 മാസം എല്ലാ പോലീസിൻ്റെയും അതുപോലെ തന്നെ എക്സൈസിൻ്റെയും അക്കാഡമികളിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡുകളിലെ എല്ലാ സ്വഭാവവും ഇതുതന്നെയായിരിക്കും. മനോഹരമായ ദൃശ്യങ്ങളാണ്. കനത്ത മഴയത്തും എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.